ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. എളുപ്പം രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതേപോലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടുന്നത് മഷ്റൂമാണ് മെയിനായിട്ട്. മഷ്റൂമും ബ്രൗൺ ബ്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കുറച്ച് ഒരു സവാളയും 2 ഇല്ലയെന്നുണ്ടെങ്കിൽ 3 ചെറിയ പച്ചമുളകും, ഇത്രയും മതി. വേറെ ഞാൻ ഇതിനകത്തൊന്നും അഡീഷണലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. മയണൈസോ ടൊമാറ്റോ സോസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, അതേപോലെ വളരെ ഹെവി ബ്രേക്ക്ഫാസ്റ്റും കൂടാണ്. ഞാനിവിടെ ഒരു 150 ഗ്രാം മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ആ മഷ്റൂം നല്ല വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതേപോലെ സവാളയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ തക്കാളി ചേർക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. പക്ഷെ നമുക്കിവിടെ ഇതിൻ്റെ കൂടെ തക്കാളി ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തക്കാളി ചേർക്കുന്നില്ല. അതിഷ്ടമുള്ളവർക്ക് ചേർക്കാം. നമ്മളപ്പോൾ ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂമും സവാളയും പച്ചമുളകും ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് നല്ല തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നല്ല ഇളക്കി അതിനകത്തുള്ള ഈ മഷ്റൂമിലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് നല്ല വറ്റിച്ചെടുക്കണം. അത് നല്ല ഫ്ലെയിമിൽ വേണം ഇട്ട് നമ്മൾ ഇളക്കി ആ വെള്ളം വറ്റിച്ചെടുക്കേണ്ടത്. ഇതിനകത്ത് മയണൈസോ ടൊമാറ്റോ സോസോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഒള്ളി കുരുമുളകും ഉപ്പും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ ഞാനിവിടെ 3 മുട്ടയും എടുക്കുന്നുണ്ട്. ഈ മുട്ടയ്ക്കകത്താണ് ഞാനിതെല്ലാം കൂടെ ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മഷ്റൂമും സവാള എല്ലാം കൂടെ വഴറ്റുമ്പോൾ തന്നെ ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഈ ഓംലെറ്റിന് ഈ ഉപ്പും കുരുമുളകും മാത്രം മതി. വേറെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ 3 മുട്ട എടുത്തിട്ട് നമ്മളിവിടെ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ചൊന്ന് തണുക്കണം. ഡയറക്റ്റ് അത്രയും ചൂടോടെ ഈ മുട്ടയ്ക്കകത്തിടാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഇത് മുട്ടയ്ക്കകത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊരു വലിയ പാനാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഈ 3 മുട്ടയും ആ മഷ്റൂമും എല്ലാം വഴറ്റിയതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാണ് ഒഴിച്ചു കൊടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ മഷ്റൂം ആണെങ്കിൽ 150 ഗ്രാം എടുത്ത് എങ്കിലും നമ്മൾ ഈ വഴറ്റുമ്പോഴതെല്ലാം ഒത്തിരി അതിൻ്റെ വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ ഒത്തിരി ചെറുതാകും. എന്നും ഇഡ്ഡലി ദോശ അപ്പമൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ചേഞ്ചാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ അപ്പവും ഇടിയപ്പവും ഇതൊക്കെ കഴിക്കുന്ന പോലെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റുമാണ്. വൈറ്റമിൻസും നല്ലതുപോലെ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, നമുക്ക് ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് ഇതിവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തേക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.